ബിഗ് ബോസ് മത്സരാർത്ഥിയായിട്ടുള്ള രന ഫാത്തിമ എന്തായാലും എയറിലേക്ക് പോയിരിക്കുകയാണ്. എന്തായാലും ഈ പറയുന്ന 50ാമത്തെ എപ്പിസോഡിൽ തന്നെ എന്തായാലും രന ഫാത്തിമ എന്തായാലും പുറത്തേക്ക് വന്നുണ്ട്, എവിക്റ്റ് ആയിട്ടുണ്ട്. സോ അതിനെ തുടർന്ന് ഏഷ്യാന്റെ സൈഡിൽ നിന്ന് തന്നെ പുറത്തുവിട്ടിരിക്കുന്ന ഒരു ഇന്റർവ്യൂ എന്തായാലും ഇന്നലെ തന്നെ എന്തായാലും വന്നിട്ടുണ്ടായിരുന്നു ഈ പറയുന്ന രന ഫാത്തിമയുമായിട്ടുള്ള. സോ അതിൽ തന്നെ നമുക്ക് കാണാം ഈ പറയുന്ന രന ഫാത്തിമ ഈ പറയുന്ന ആങ്കർ ആണെങ്കിലും ഇരുത്തി കളിയാക്കുന്നുണ്ട്. അതായത് രന ഫാത്തിമ എന്ത് പറയുന്നു അതിനപ്പം തന്നെ കൗണ്ടർ ചെയ്തിട്ട് ഈ പറയുന്ന ആങ്കർ ചോദിക്കുന്നുണ്ട് അല്ലെങ്കിൽ സംസാരിക്കുന്നുണ്ട്. സോ ഇതുപോലത്തെ രീതിയിലുള്ള ഒരു സിമിലർ ആയിട്ടുള്ള ഒരു ഇന്റർവ്യൂ തന്നെ കഴിഞ്ഞ ആഴ്ചയും ഓൾറെഡി പുറത്തു വന്നിരുന്നതാണ്. ഈ പറയുന്ന മസ്താനിയുടെ ഇന്റർവ്യൂ ആയിരുന്നു. അതിനകത്ത് ഈ പറയുന്ന മസ്താനിയും ഇരുത്തേങ്ങ് കളിയാക്കുന്നത് നമ്മൾ കണ്ടിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. സോ എന്നാലും അതിനോട് വളരെയധികം സിമിലർ ആയിട്ടുള്ള ഒരു രീതിയിൽ തന്നെയാണ് ഈ പറയുന്ന രന ഫാത്തിമേനെയും എന്തായാലും ബിഗ് ബോസിന്റെ സൈഡിൽ നിന്നുള്ള ഒരു ആങ്കർ എന്നാലും ഡീൽ ചെയ്തിരിക്കുന്നത്. പക്ഷെ ഇത് മാത്രമല്ല, ട്രോളന്മാരടക്കം ഈ പറയുന്ന സോഷ്യൽ മീഡിയയിൽ എടുത്തിട്ട് ട്രോളിക്കൊണ്ടിരിക്കുന്ന ഒരാളും കൂടിയാണ് ഇപ്പൊ രന ഫാത്തിമ. കാര്യം ഈ രന ഫാത്തിമ ആദ്യമേ പറഞ്ഞിരുന്ന ഒരു കാര്യമാണ് ഈ പറയുന്ന ഒണിയിൽ സാബു ഇറങ്ങിയതിന് ശേഷം മാത്രമേ താൻ ഈ ബിഗ് ബോസ് ഹൗസിൽ നിന്ന് എന്തായാലും പുറത്തേക്ക് പോകുള്ളൂ എന്നുള്ളൊരു കാര്യം. അപ്പൊ എന്നാലും ഒണിയിൽ സാബു ഇപ്പൊ കയറിക്കൊണ്ടിരിക്കുകയാണ്. അതായത് ആദ്യം വളരെയധികം സൈലന്റ് ആണെങ്കിലും ഇപ്പൊ ഡേ ബൈ ഡേ കഴിയും തോറും നല്ല രീതിയിൽ ബിഗ് ബോസ് ഹൗസിലേക്ക് എന്തായാലും ആ ഒരു ട്രാക്കിലേക്ക് ആയിക്കൊണ്ടിരിക്കുന്ന ഒരാളും കൂടിയാണ് ഒണിയിൽ സാബു. സോ അദ്ദേഹം അവിടെ ഇപ്പൊ നല്ല രീതിയിൽ തന്നെ ആക്റ്റീവായിട്ട് നിൽക്കുന്നുണ്ട്. പക്ഷേ ആ സമയത്ത് തന്നെ രന ഫാത്തിമ എന്തായാലും പുറത്തേക്ക് വന്നിട്ടുണ്ട്. സോ അപ്പൊ ഈ സാധനമൊക്കെ എടുത്തിട്ടിട്ട് എന്നാലും നല്ല രീതിയിൽ എന്നാലും ട്രോളുകൾ ഈ പറയുന്ന രന ഫാത്തിമയ്ക്കെതിരെ എന്തായാലും നടക്കുന്നുണ്ട്. എന്തായാലും ഏഷ്യാന്റെ സൈഡിൽ നിന്ന് പുറത്തുവിട്ട ഇന്റർവ്യൂവിനകത്താണെന്നുണ്ടെങ്കിൽ അതിനകത്തുള്ള 1-2 കാര്യങ്ങൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന രന ഫാത്തിമയോട് ആങ്കർ എന്നാലും ചോദിക്കുന്നുണ്ട്, എന്താണ് അവിടെ ഈ പ്രശ്നം ഉണ്ടാക്കുന്നതാണോ നിങ്ങൾ കൂടുതൽ കണ്ടന്റ് ആയിട്ട് കാണുന്നത്, അല്ലെങ്കിൽ അതിനെയാണോ നിങ്ങൾ കണ്ടന്റ് എന്നുള്ള രീതിയിൽ പരിഗണിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് ചോദിക്കുന്നുണ്ട്. അപ്പൊ ഈ രന ഫാത്തിമ പറയുന്നുണ്ട് ഒരിക്കലും ഇല്ല, പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതോ അല്ലെങ്കിൽ ഇത്തരത്തിൽ വെച്ചെടുക്കുന്നതോ കാര്യങ്ങളൊന്നും കണ്ടന്റ് ആയിട്ട് താൻ പരിഗണിക്കുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ ഈ ആങ്കർ ചോദിക്കുന്നുണ്ട് അപ്പൊ രന ഫാത്തിമ അവിടെ എന്താണ് ചെയ്തത് അല്ലെങ്കിൽ രനയുടെ കണ്ടന്റ് എന്തായിരുന്നു എന്നുള്ള ഇതിലൊക്കെ പറഞ്ഞ് ചോദിക്കുന്നുണ്ട്. സോ അപ്പൊ ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് എന്ത് പറയണം എന്നുള്ള രീതിയിൽ അറിയില്ല. കാര്യം രന ഫാത്തിമ നമുക്കറിയാം ആകെ ഉണ്ടാക്കിയിരിക്കുന്ന ഒരു കണ്ടന്റ് എന്ന് പറഞ്ഞാൽ ഇപ്പോഴും കിടന്ന് കീറിപ്പൊടിക്കുക കിടന്ന് വെച്ചെടുക്കുക എന്ന് പറയുന്ന കാര്യം മാത്രമാണ്. സോ ഈ പറയുന്ന ഒരു ക്വസ്റ്റ്യൻ കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും രന കിടന്ന് ശരിക്കുകയാണല്ലോ, അത് വേറെ തിരിച്ചു റിപ്ലൈ പറയാൻ പോലും രനക്ക് ഇല്ല. പിന്നെ അതുപോലെ രണ്ടാമതായിട്ടൊരു കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ബിഗ് ബോസ് ഹൗസിൽ നിന്ന് എന്താണ് ഒരു ടേക്ക് അവേ അല്ലെങ്കിൽ എന്താണ് ഈ പറയുന്ന ഒരു ലൈഫിലേക്ക് ഇനി ഇപ്പൊ എന്തായാലും മാറ്റി വെച്ചാൽ അല്ലെങ്കിൽ പഠിച്ചൊരു കാര്യം എന്താണെന്നുള്ള രീതിയിൽ ചോദിക്കുമ്പോഴത്തേക്കും ഈ പറയുന്ന പേഷ്യൻസിന് താൻ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്, അല്ലെങ്കിൽ പേഷ്യൻസ് എന്താണെന്ന് പഠിച്ചു എന്നുള്ള രീതിയിലൊക്കെയാണ് ഈ പറയുന്നത് രന ഫാത്തിമ പറയുന്നത്. അപ്പൊ ആങ്കർ പറയുന്നുണ്ട് എന്നാലും കഴിഞ്ഞ ആഴ്ച എന്നാലും കണ്ടതാണെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ ഇത് കേൾക്കുന്ന സമയത്തും രന ഫാത്തിമയ്ക്ക് തിരിച്ചൊന്നും പറയാനില്ല, ഇന്നങ്ങ് ചിരിക്കുക എന്ന് പറയുന്ന ഒരു രീതിയിലൊക്കെ എന്നാലും കാര്യങ്ങൾ പോകുന്നത്. സോ എന്നാലും ബിഗ് ബോസിന്റെ സൈഡിൽ നല്ല രീതിയിൽ തന്നെ നല്ല ട്രോൾ ചെയ്തിട്ട് തന്നെയാണ് ഈ പറയുന്ന രന ഫാത്തിമനെ എന്നാലും പുറത്തേക്ക് വിട്ടേക്കുന്നത്. ഈ രന ഫാത്തിമനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ഇപ്പോൾ അവിടെയുള്ള മത്സരാർത്ഥികളിനകത്ത് വെച്ച് ഏറ്റവും വീക്ക് ആയിട്ടുള്ള ഒരു മത്സരാർത്ഥി രന ഫാത്തിമ ആയിരുന്നു എന്നാണോ നിങ്ങൾക്ക് തോന്നുന്നത്? ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യും.